അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാരും കുറെ നാളായി ചോദിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞപ്പ, എന്താണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്? അതെ ഗൈസ്, നെയ് മീറ്റിംഗ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആ ചലഞ്ചിനോട് എന്താ ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയാൻ മേല, അല്ലേ കുഞ്ഞെ? നെയ് മീറ്റിംഗ് ചലഞ്ച് ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരുപാട് മക്കൾ വന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരു 5 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ ആ ഒരു പേരിന്റെ ലെറ്റേഴ്സ് വരുന്ന ഫുഡാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. അപ്പോ ചലഞ്ചിലോട്ട് പോയാലോ? ഗെറ്റ് സെറ്റ് ഗോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫുഡ് ഐറ്റം വരട്ടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട്, മഞ്ചാണ് കേട്ടോ. കുഞ്ഞെ, മഞ്ചിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? എം ആണ് ഗൈസ്. അപ്പൊ എമ്മി തുടങ്ങുന്ന ആരോ ഒരാളാണ്. പേര് നമുക്ക് കണ്ടുപിടിക്കാവേ. ഇത് കഴിച്ചാലോ? ഓക്കെ കുഞ്ഞപ്പൻ ഇവിടെ എനിക്കാണ് കഴിക്കാറുണ്ട്. അവൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചാ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുഴപ്പമില്ല. ആ, എങ്ങനെയുണ്ട്? എമ്മി വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ എമ്മി തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേര് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആരുടെ പേരാണെന്ന് നമുക്ക് നോക്കാവേ. മാറ്റി വെക്കാം, ഇച്ചിരി മുട്ട എനിക്ക്. തീർന്നു ഗൈസ്, മഞ്ച് തീർന്നു. അപ്പൊ ഇനി ആ പേരിന്റെ അടുത്ത അക്ഷരം എന്തായിരിക്കും കുഞ്ഞപ്പാ? നമുക്ക് ഫുഡ് ഐറ്റം ഏതാന്ന് നോക്കിയാലോ? അപ്പൊ ഫുഡ് ഐറ്റം വരട്ടെ ഗൈസ്. അപ്പൊ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്, ആപ്പിൾ ആണ്. ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എ. ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എ. അപ്പൊ എം എ, മാ. അത്രയും നമുക്ക് കിട്ടി. മായിൽ തുടങ്ങുന്ന ഏതോ പേരാണ് ഗൈസ്. രണ്ടുപേരും കഴിക്കാം. അടുത്തോ കടി അങ്ങോട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ആപ്പിളാണ് കേട്ടോ. നമുക്ക് ഇനി മൂന്നാമത്തെ ലെറ്റർ ഏതാന്ന് നോക്കാം. ഇനി മൂന്നാമത്തെ ഐറ്റം വരട്ടെ. ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ഇതെന്താണ്? റാഗി ബൈറ്റ്സ്. റാഗി ബൈറ്റ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താവും? ആർ. ആർ. അപ്പൊ എം എ ആർ, മാർ. മാർ. മാർ വെച്ച് എന്ത് പേര്? മാർ. എന്തായാലും ആർ വെച്ച് റാഗി ബൈറ്റ്സ് കഴിക്കാം. ഒറ്റക്കടി തന്നെ പൊട്ടിപ്പോനാ. ഞാൻ ഓർത്ത് കത്രികയും എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കുമെന്ന്. ഇതാണ് കേട്ടോ റാഗി ബൈറ്റ്സ്. ആ, നമ്മുടെ റാഗി ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കാനും ഓരോ സാധനത്തിനൊക്കെ എടുക്കുമല്ലോ റാഗി. ആ റാഗിയുടെ അതേ കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. ക്രീമൊക്കെ ഉള്ള റാഗി ബൈറ്റ്സ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ കുഞ്ഞെ? അയ്യോ, പെട്ടെന്ന് തീർന്നു പോയി. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എം എ ആർ, മാർ. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ഫുഡ് ഐറ്റം നോക്കിയാലോ? അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. അപ്പൊ ഗൈസ്, ദേ വന്നിട്ടുണ്ട്. ഇതെന്താ? വെള്ളമാകുഞ്ഞപ്പാ. വാട്ടർ. വാട്ടറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തുവാ? ഡബ്ല്യു. അപ്പൊ എം എ ആർ ഡബ്ല്യു, മാർവ്. മാർവ്. എന്തെങ്കിലും കൂടി ലെറ്റർ ഉണ്ടാവും. മാർ ഡബ്ല്യു എന്ന് കുഞ്ഞപ്പ പറയണം. മാർ ഡബ്ല്യു, അതെന്ത് പേര്? ഇനിയും ലെറ്റേഴ്സ് ഉണ്ടെന്നാ എനിക്ക് തോന്നണതേ. ഇപ്പൊ എന്തായാലും നമുക്ക് വെള്ളം കുടിക്കാം. ലിപ്സ്റ്റിക് പോകുന്നത്. നല്ല ആശ്വാസം കേസ് കുടിക്കുന്നു. അടുത്ത ഫുഡ് ഐറ്റം പോരട്ടെ. ഇതെന്താ? ലോലിപോപ്പ്. ലോലിപോപ്പ്. ആൽപ്പല്ലീബെ. ആൽപ്പല്ലീബെ ഫസ്റ്റ് ലെറ്റർ എന്താ? എ ആണ്. അപ്പൊ എം എ ആർ ഡബ്ല്യു എ, മാർവ. കൺഗ്രാറ്റുലേഷൻസ് മാർവ. നമ്മുടെ സബ്സ്ക്രൈബർ ആയ മാർവക്കുട്ടിയുടെ പേരാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാർവയ്ക്ക് സന്തോഷമായില്ലേ? നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം. സ്ട്രോബെറി. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. കുഞ്ഞപ്പൻ എനിക്ക് തരത്തില്ല. സൂപ്പർ ടേസ്റ്റ് കുഞ്ഞപ്പ. അപ്പൊ അടുത്ത നെയിമിന്റെ ആദ്യത്തെ ഫുഡ് ഐറ്റം നോക്കിയാലോ? അടുത്ത പേരെന്തായിരിക്കും? ആരുടെ പേരായിരിക്കും അടുത്തത്? അപ്പൊ ഫുഡ് ഐറ്റം വരട്ടെ. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആണ് ഗൈസ്. എ ആണ് ഫസ്റ്റ് ലെറ്റർ. ആരായിരിക്കും എ വെച്ച്? എ വെച്ച് ഒരുപാട് പേരുണ്ടല്ലേ. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നവന ബിസ്ക്കറ്റ്. കണ്ടോ കണ്ടോ, അവന് ഇഷ്ടമില്ലാത്തതൊക്കെ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് തരും. കട്ടൻ ചായ ഉണ്ടായിരുന്നെങ്കിൽ മുഖത്തിനായിരുന്നു. ഇത് മൊത്തം ഞാൻ തീർക്കും കട്ടൻ ചായ ഉണ്ടെങ്കിൽ. നല്ല ടേസ്റ്റ് ആവുന്ന കഴിക്ക്, ഇച്ചിരി കഴിക്ക്. അപ്പൊ എന്താണെങ്കിലും നമ്മൾക്ക് അടുത്ത ഫുഡ് ഐറ്റം ഏതാണെന്ന് നോക്കാം. അതിന്റെ ഫുഡ് ഐറ്റം വരട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ അടുത്ത ഐറ്റം വന്നിരിക്കുന്നത് കേക്ക് ആണ് കേട്ടോ. ഈ കേക്ക് തന്നെ എനിക്ക് കണ്ടിട്ട് ഇത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഗൈസ്. അതുകൊണ്ട് ചിലപ്പോ റെഡ് വെൽവെറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ആറാണ്. യമ്മി. കഴിക്കാം. ഇങ്ങനെയാണാടാ തോണ്ടി എടുക്കുന്നത്? എടാ, അമ്മ എടുത്തു തരാടാ. ഓ, അവൻ തനിയെ എടുത്തു. അതൊക്കെ തനിയെ അറിയാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറയാൻ വാക്കുകളില്ല കുഞ്ഞപ്പന്. ഇനി അമ്മ ടേസ്റ്റ് ചെയ്യുന്നോണ്ട് ദേ പൂവും കൊണ്ടുപോയി. അതിന്റെ മുകളിലിരുന്ന പൂവ് അടിച്ചു മാറ്റി കുഞ്ഞപ്പൻ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല ടേസ്റ്റ്, അടിപൊളി. എടാ നമുക്ക് നടാ തീർക്കല്ലടാ. വലുത് എനിക്കും പോലെ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. പരിപ്പുവട. പരിപ്പുവടയാണ് ഗൈസ് അടുത്തത്. പരിപ്പുവടയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ കുഞ്ഞപ്പാ? പരിപ്പുവട. കറക്റ്റ് ആൻസർ. നല്ല ചൂടുള്ള പരിപ്പുവടയാണേ. സൂപ്പർ. കടിച്ചിന്. അപ്പൊ നമുക്ക് പി ഇട്ടിട്ടുണ്ട്. ARP. അർപ്പ്. അത് വെച്ച് എന്ത് പേര്? ARP. ബാക്കി കണ്ടുപിടിക്കാം. എന്തായാലും പരിപ്പുട മാറ്റി വെച്ചേക്കാം. അപ്പൊ ഇനി ഈ പേരിന്റെ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ഐസ്ക്രീം. ഐസ്ക്രീമിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? I. ARP. അർപ്പി വെച്ച് എന്ത് പേരാണാവോ? നമുക്ക് ബാക്കി കൂടി നോക്കാം. എന്തായാലും ഐസ്ക്രീം കഴിക്കാം. അടിപൊളി. എന്റെ പൊന്നെ, കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഹെൽപ്പ് ചെയ്യാം. ഇത് നീ കഴിച്ചോ. അപ്പൊ ഐസ്ക്രീം കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നെ മൊത്തം തീർന്നു ഗൈസ്. കുഞ്ഞപ്പന്റെ ഇതുവരെ തീർന്നിട്ടില്ല. അവന് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം ഏതാന്ന് നോക്കിയാലോ? അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ടിക് ടാക്കോ. കുഞ്ഞപ്പന് ഫേവറേറ്റ് ആണ് കേട്ടോ ടിക് ടാക്. ഫസ്റ്റ് ലെറ്റർ T. ARPIT. അർപ്പിത്. ബോയ് ആണോ ഗേൾ ആണോ? എന്നാലും നമുക്ക് നോക്കാം. ഈ ഓറഞ്ച് ഫ്ലേവറിന്റെ ടിക് ടാക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ടിക് ടാക്ക് ഓറഞ്ച് ഫ്ലേവർ മാത്രമേ ഉള്ളൂ. വേറെ ഫ്ലേവർ ഉണ്ടോ? ഞാൻ ഇത് മാത്രം കഴിച്ചിട്ടുള്ളത്. കുഞ്ഞപ്പന് ഈ ടിക് ടാക്കിന്റെ എല്ലാ ഫ്ലേവറും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അറിയാം കേട്ടോ. എങ്ങനെയുണ്ട് പൊന്നെ ഇത്? അടിപൊളിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത നോക്കിയാലോ? വായിൽ കപ്പൽ പോണെന്ന്. അപ്പൊ ഗൈസ് അടുത്ത ലെറ്റർ ഏതാ നോക്കാം. അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ഹോർലിക്സിന്റെ പൊടിയാണ് ഗൈസ്. ഫസ്റ്റ് ലെറ്റർ H എന്ന് പറയുമ്പോ ARPITH. അർപ്പിത് ഒരു ബോയ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാതെ. എന്തായാലും നമുക്ക് ഹോർലിക്സിന്റെ പൊടി ഇങ്ങനെ തിന്നാൻ എന്താ ടേസ്റ്റ്. നിങ്ങക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഹോർലിക്സിന്റെ പൊടി തിന്നാൻ? കുടഞ്ഞിട് നക്കി തിന്നോ. എങ്ങനെയുണ്ട് പോനാ? സൂപ്പർ ടേസ്റ്റ് ആണോ? കൊള്ളാവാ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് അർപ്പിത് എന്നുള്ളൊരു പേര് കിട്ടി. ഇനി എന്തെങ്കിലും ലെറ്റർ ഉണ്ടോന്ന് നമുക്ക് ഫുഡ് ഐറ്റം വരുമ്പോ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇത് മാറ്റി വെച്ചേക്കാം. അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ആൽമണ്ട്സ് ആണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബദാം ആണ് കേട്ടോ. ബദാം. ആൽമണ്ട്സിന്റെ ഫസ്റ്റ് ലെറ്റർ A. അപ്പൊ നമ്മുടെ പേര് നമുക്ക് വായിച്ചു നോക്കാം. ARPITHA. അർപ്പിത. കൺഗ്രാറ്റുലേഷൻസ് അർപ്പിത കുട്ടി. നമ്മുടെ സബ്സ്ക്രൈബറായ അർപ്പിത കുട്ടിയുടെ പേരാണ് കേട്ടോ നമ്മൾ അടുത്തത് എടുത്തിരിക്കുന്നത്. പിന്നെ പിറക്കി തിന്നാൻ തുടങ്ങിയ ഒരാളെ ഇഷ്ടപ്പെട്ട ആൽമണ്ട്സ് എല്ലാവരുടെ ഫേവറേറ്റ് ആണല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് ആൽമണ്ട്സിന്. അപ്പൊ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ആളുടെ പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അർപ്പിത എന്നാണ് പേര്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ഫുഡ് ഐറ്റം വരട്ടെ. കിറ്റ്കാറ്റ്. ഗൈസ് കിറ്റ്കാറ്റ് ആണ് കേട്ടോ. കിറ്റ്കാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ K. കറക്റ്റ് കുഞ്ഞപ്പ. അപ്പൊ K വെച്ചുള്ള ആരുടെയോ പേരാണ് കിറ്റ്കാറ്റ്. എന്തായാലും നമുക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ തുറക്കട്ടെ. നീ അവൻ എടുത്തോണ്ട് പോയി. രണ്ടായിട്ട് ഇങ്ങനെ ഒടിഞ്ഞിരിക്കായിരുന്നേ. റാഞ്ചി കൊണ്ടുപോയി കുഞ്ഞപ്പൻ കിറ്റ്കാറ്റ്. അപ്പൊ നമ്മുടെ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ഉണ്ണിയപ്പം. ഗൈസ് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ കുഞ്ഞു? യു. അപ്പൊ KU. കൂ വെച്ചുള്ള എന്തോ പേരാണ് ഗൈസ്. KU. കുഞ്ഞാ നിനക്ക് ഇഷ്ടമാണോ ഉണ്ണിയപ്പം? എനിക്ക് ഈ ഉണ്ണിയപ്പം, അച്ചപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുഞ്ഞപ്പന് പക്ഷെ ഇഷ്ടമല്ല. പക്ഷെ ചില സമയത്ത് കഴിക്കും. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതി വരുന്നുണ്ടല്ലേ? നോക്ക് എങ്ങനെയുണ്ട്. ഏതൊക്കെ വിരല് കാണിക്കണമെന്ന് സംശയം. സൂപ്പർ അല്ലേ? എടാ എങ്ങനെയുണ്ട് പറ. എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ഉണ്ണിയപ്പാണ് ഗൈസ്. KU വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. കൊക്കോളെ. ഇത്
ഇത് തംസ് അപ്പ് ആണ് ഗൈസ്. ഞാൻ പെപ്സിയോ കൊക്കക്കോള ആണോ എന്ന് വിചാരിച്ച അതൊന്നും അല്ല കേട്ടോ, തംസ് അപ്പ് ആണിത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ടി ആണ് ഗൈസ്. KUT. കുട്ട്, കുട്ട, എന്ത് കുട്ട്? KUT വരെ നമുക്ക് പേര് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല ഗ്യാസിന്റെ തൊണ്ട് ഒരാള് ഞാൻ തുറന്നപ്പോ ചീറ്റാൻ വേണ്ടി നിൽക്കുവാണേ. ചീറ്റാൻ ഞാൻ സമ്മതിക്കൂല. താഴട്ടെ അല്ലെങ്കിൽ മൊത്തം ഇവിടെ ചീറ്റി വീഴും. വിയർത്ത് കുളിച്ചൊരു പരിവായിട്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ ചീറ്റിയില്ല പാവത്താൻ. കുഞ്ഞപ്പ തന്നെ ആദ്യം ഇച്ചിരി കൊടുക്കാം. ആള് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. പണ്ട് എപ്പോഴോ കുടിച്ചാണ് ഈ തംസ് അപ്പ്, ഇപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഓർമ്മ വന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ടൊമാറ്റോ. ഓ എനിക്കിഷ്ടല്ല ഗൈസ്. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആ, പച്ചക്ക് കടിച്ച് തിന്നും കേട്ടോ. അപ്പൊ കുഞ്ഞപ്പ ടൊമാറ്റോയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ? ടി ആണ് ഗൈസ്. KUTT. കുട്ട്. KUTT കുട്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് അടുത്ത ലെറ്റർ ഏതാ നോക്കാം. കുഞ്ഞേ അതിന്റെ വെള്ളം ഞെക്കി അതിന്റെ അകത്ത് വെള്ളമൊക്കെ വരത്തുണ്ട് ഗൈസ്. എന്താ ജ്യൂസാ? കുഞ്ഞപ്പോൾ അത് ടൊമാറ്റോ ജ്യൂസ് ഉണ്ടാക്കി നെക്കി. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ഉഴുന്നുവട. നല്ല ചൂടുള്ള ഉഴുന്നുവടയാണേ. ഉഴുന്നുവടയുടെ ഫസ്റ്റ് ലെറ്റർ അറിയാവോ കുഞ്ഞു? യു ആണ് ഗൈസ്. മലയാളത്തില് ഇംഗ്ലീഷിൽ യു ആണല്ലോ. KUTTU. കുട്ടു. കുട്ടു എന്നാണ് കുഞ്ഞെ നമ്മുടെ അടുത്ത ആളുടെ പേര്. പഞ്ഞി പോലത്തെ ഉഴുന്നുവട. അവൻ ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. കുട്ടു കൺഗ്രാറ്റുലേഷൻ. കുട്ടുവിന് ക്ലാപ്പ് കൊടുത്തേ പോലെ. അപ്പൊ നമ്മള് മൂന്നാമത്തെ റൗണ്ട് വിജയിച്ചിരിക്കുകയാണ്. ഇനി നാലാമത്തെ റൗണ്ടിലേക്ക് പോകാം. അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ ഗൈസ്. ഇതിന്റെ അകത്ത് കുക്കുംബറും ഉണ്ട്. ദേ നോക്ക്, കുക്കുംബറും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു വെജിറ്റബിൾ ആയിട്ട് കൂട്ടാം. അതായത് വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെജിറ്റബിളിന്റെ ഫസ്റ്റ് ലെറ്റർ V അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ V. അമ്മ കഴിക്കാൻ പോവാണേ. സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകണ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ V നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ലെറ്റർ ഏതാ നോക്കിയാലോ. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. അടുത്ത ഐറ്റം വന്നു ഗൈസ്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. മിൽക്കി മിസ്റ്റിന്റെ യോഗേർട്ട് ആണ്. അപ്പൊ ഈ യോഗേർട്ടിന്റെ ഫസ്റ്റ് ലെറ്റർ വൈ. അപ്പൊ VY. വിയും വൈയും കൂടി ചേർന്നാലും വൈ എന്നല്ലേ വായിക്കുള്ളൂ. ഇതിന്റെ ടേസ്റ്റ് എന്താ നോക്കട്ടെ. യോഗേർട്ട് ഞാൻ നേരത്തെ എപ്പോഴോ കഴിച്ചതാണ്, ഇപ്പൊ ഇതിന്റെ ടേസ്റ്റ് മറന്നുപോയി. ആദ്യം അമ്മ കഴിച്ചു നോക്കട്ടെ. നല്ല തണുപ്പും നല്ലൊരു മധുരവും ഒരു ചെറിയ പുളിയും എല്ലാം കൂടിയുള്ള സാധനമാണ് ഈ യോഗേർട്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഫ്രൂട്ട് യോഗേർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും മാംഗോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് ആണ്, ആ ഒരു മധുരം തോന്നിച്ചത്. പെട്ടെന്ന് നിന്നപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ ഇപ്പൊ കഴിച്ച് വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. തന്നെ പോനാ അടുത്ത ഫുഡ് ഐറ്റം ഏതാ നോക്കിയാലോ. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ജെംസ്. ഇത് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ജെംസിന്റെ ഫസ്റ്റ് ലെറ്റർ G. കറക്റ്റ്. VYG. വൈഗ്. അപ്പൊ എന്തോ ഒരു ലെറ്ററും കൂടി ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഇത് തിന്നിട്ട് അല്ലെ കുഞ്ഞപ്പനെ തീർക്കും. 2, 3, 5, 6 ഉള്ളൂ ഗൈസ്. പിങ്ക് എനിക്ക്, യെല്ലോ എനിക്ക്. തീർത്താ ജെംസ് കുഞ്ഞപ്പം തീർത്തു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം വന്നാലോ. കുഞ്ഞപ്പാ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. ഹാപ്പി ഫിസ്. ഫസ്റ്റ് ലെറ്റർ A തന്നെ. അപ്പൊ പേര് കിട്ടി VYGA. വൈഗ കുട്ടിക്ക് കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമ്മുടെ നാലാമത്തെ ആള് വൈഗ കുട്ടിയാണ് കേട്ടോ. അപ്പൊ 4 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ കുടിക്കട്ടെ കേട്ടാ. ഇതിനും ഗ്യാസ് തുറന്നു പോയി. കുടിച്ചോ കുഞ്ഞു, കുടിച്ചോ. എന്താ സ്നേഹം, ഞങ്ങളുടെ സ്നേഹം നിങ്ങൾ കണ്ടില്ലേ. കുഴപ്പമില്ല, എനിക്ക് ഈ സാധനം വലിയ ഇവിടെ ചീറ്റിക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ചീറ്റിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടാ. കുഴപ്പമില്ല, എനിക്ക് ഈ സാധനമൊന്നും എനിക്ക് സാധാരണ ഇഷ്ടമല്ല. ഇതൊന്നും നിങ്ങൾ മേടിച്ച് കുടിക്കണ്ട. നമ്മളിപ്പോ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചെന്നേ ഉള്ളു, മതി. അപ്പൊ നമ്മൾ നാലാമത്തെ റൗണ്ടും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 4 പേര് കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ പേര് ആരുടെയാന്ന് നോക്കാം. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്. ജെല്ലിയാണ് ഇത്.
കിവിയുടെ ജെല്ലിയാണ്. ജെല്ലിയുടെ ഫസ്റ്റ് ലെറ്റർ ജെ ആണ്. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ജെ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പേര് ജെ വെച്ചാണെങ്കിൽ വേഗം പേര് കമന്റ് ചെയ്തോളൂ. നമുക്ക് പൊട്ടിക്കാൻ ഇത് ഇത്തിരി പാടാണ് പൊട്ടിക്കാൻ. തുറന്നെടുക്കട്ടെ അമ്മ. ഇതിനകത്ത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ എന്തോ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കിവിയുടെ വല്ല പീസ് ആയിരിക്കും. കഴിച്ചോക്ക് എങ്ങനെയുണ്ട്? കടിക്കാൻ കിട്ടുന്നുണ്ട്. ഈ ജെല്ലിയുടെ ഉള്ളില് പ്ലം പോലെ ഇരിപ്പുണ്ട്. എടാ അതാണ് ജെല്ലി. ജെല്ലിയുടെ ഉള്ളിൽ എന്തോ കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം നോക്കിയാലോ? അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. എന്താ കുഞ്ഞപ്പ ഇത്? ഓറഞ്ച് ആണ് ഗൈസ്. അപ്പൊ ജെ ഓ ജോ വെച്ചൊരു പേരാണ് കേട്ടോ. കുഞ്ഞപ്പ ഓറഞ്ച് ഇഷ്ടമാണോ? കഴിച്ചാലോ? അതെ, ഞാൻ പണ്ടൊക്കെ കഴിക്കുമായിരുന്നു. ഏത് പണ്ട്? ചെറിയ മധുരവും ചെറിയ പുളിയൊക്കെയുള്ള നല്ല അടിപൊളി ഓറഞ്ചാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഗൈസ് നമുക്ക് താമസിക്കേണ്ട അടുത്ത ലെറ്റർ ഏതാന്ന് നോക്കിയാലോ? ഇതൊന്ന് മാറ്റി വെച്ചാലോ? അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. വേഫർ വന്നിട്ടുണ്ട് ഗൈസ്. വേഫർ റോൾസ് ആണ് കേട്ടോ. വേഫർ റോൾസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ കുഞ്ഞപ്പാ? ഡബ്ല്യു ആണ് ഗൈസ്. അപ്പൊ ജെ ഒ ഡബ്ല്യു, ജോവ്. ജോവ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം. എന്നിട്ട് അടുത്ത ലെറ്റേഴ്സ് കൂടി കണ്ടുപിടിക്കാം. ഓ, ഇത് കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. വേഫർ റോൾസ് ആണ് കേട്ടോ. ഈ വേഫർ റോൾസ് കഴിച്ചോണ്ട് പീപ്പി പോലെ ഊതിക്കൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ വേഫർ റോൾസിന്. നമ്മൾ കഴിച്ചോണ്ടിരുന്ന അറിയത്തില്ല, എത്ര വേണമെങ്കിലും കഴിക്കാം, നമുക്ക് മടുക്കൂല. നല്ല ക്രഞ്ചിയാണ്, ക്രഞ്ചി. അപ്പൊ നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം ഏതാന്ന് നോക്കിയാലോ? അടുത്ത ഐറ്റം വരട്ടെ. ഇടിയപ്പം ഗായ്സ്. ഇടിയപ്പം. ഈ ഇടിയപ്പത്തിന് ഐ അല്ലേ ഫസ്റ്റ് ലെറ്റർ? ഇ അല്ലല്ലോ അല്ലേ? ഐ ആണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ജെ ഒ ഡബ്ല്യു ഐ, ജോവി വരെ വന്നിട്ടുണ്ട്. രാവിലത്തെ ഇടിയപ്പാണ്. നമുക്ക് കഴിച്ചു നോക്കാം. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആണ് ഇടിയപ്പം. സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചിനും കുഞ്ഞപ്പൻ ഇടിയപ്പം കൊണ്ടുപോകും. മിക്കപ്പോഴും ഇടിയപ്പം കൊണ്ടുപോകും ലഞ്ചിന്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ലാസ്റ്റ് ലെറ്റർ കൂടി കണ്ടുപിടിക്കാം. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം ഏതാന്ന് നോക്കിയാലോ? അടുത്ത ഐറ്റം വരട്ടെ. ന്യൂഡിൽസ്. കുഞ്ഞപ്പ നൂഡിൽസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? എൻ ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ പേരിന്റെ ലാസ്റ്റ് ലെറ്റർ കിട്ടി എൻ ആണ് കേട്ടോ. അപ്പൊ ജെ ഒ ഡബ്ല്യു ഐ എൻ, ജോവിൻ. കൺഗ്രാറ്റുലേഷൻസ് ജോവിൻ എന്നാണ് ലാസ്റ്റത്തെ പേര്. അങ്ങനെ 5 പേരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ന്യൂഡിൽസ് കഴിച്ചു നോക്കിയാലോ? അയ്യോടാ, അതേ ആ ബൗളിന്റെ ഷേപ്പായി ഗൈസ്. ഇത് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി ബൗളിൽ വെച്ചതാണ്. അപ്പൊ ആ ബൗളിന്റെ ഷേപ്പ് ഒന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ലെവനെ എനിക്കിത്തിരി ഇതിന്റെ കഷ്ടമൊന്നും നിനക്ക് തന്നെ അല്ലേ ഇല്ല. എനിക്ക് മൊത്തം എന്താണ് തണുത്ത് പോയി ഗൈസ്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ 5 റൗണ്ടും വിജയകരമായിട്ട് 5 പേരും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് അടിപൊളി ചലഞ്ചാണ് കേട്ടോ. ഈ നെയിം മീറ്റിംഗ് ചലഞ്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ ചലഞ്ച് അടിപൊളി ചലഞ്ചാണ്, നല്ല ഫൺ ചലഞ്ചാണ്. അപ്പൊ അടുത്തൊരു അടിപൊളി ചലഞ്ചുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ 5 വിജയികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ 5 പേരും ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ നെയിം മീറ്റിംഗ് ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ബൂം.